മോഷ്ടിച്ചെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയതാ. ശബരിമലയ്ക്കൊരു മോഷ്ടിച്ചെന്ന് പറഞ്ഞോണ്ട് ആള് മാറി പിടിച്ചോണ്ട് പോയതാ. ആ ജയിലിലൊക്കെ കിടന്ന് പിന്നെ ജാമ്യത്തിലൊക്കെ ഇറങ്ങി പിന്നെ പ്രതിയെ പിടിച്ച് പിന്നെ നമ്മള് നഷ്ടപരിഹാരം കേസ് കൊടുത്തോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഒരുപാട് കേസൊക്കെ കൊടുത്ത് ഒരുപാട് കടമൊക്കെ ആയിരുന്നു. അതിനിപ്പോ വണ്ടി പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു. വണ്ടി പണിന്ന് പറ്റത്തില്ലായിരുന്നു. ആരോഗ്യ ലാഭം ഇടിച്ച് പരുവായി കളഞ്ഞിരുന്നു. ഇനി ചോട് നടക്കാൻ വയ്യുന്ന സ്കോഡുകാരാ പിടിച്ചോണ്ട് പോയത്. ഇനിയിപ്പോ വണ്ടി പോയി തുടങ്ങിയതേ ഉള്ളായിരുന്നു. കുറച്ചു നാളായതുകൊണ്ട് വണ്ടി പോയി തുടങ്ങിയിട്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ യുവതി ഇങ്ങനെ പൊട്ടിക്കരയുന്ന കാഴ്ച കണ്ടോ? സ്വന്തം പ്രാണന്റെ പാതിയായ ഭർത്താവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തതിൽ മനംനൊന്താണ് ഈ ഒരു യുവതി പൊട്ടിക്കരയുന്നത്. ഇവരുടെ ഭർത്താവ് അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശിയായ രതീഷ് 2014 ഇദ്ദേഹത്തിനെ ഒരു മോഷണ കേസിൽ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. നിരപരാധിയായിരുന്നു ഈ മനുഷ്യൻ. ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്ന ഇദ്ദേഹത്തിനെ അന്ന് പോലീസ് മോഷണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തു റിമാൻഡ് ചെയ്തിരുന്നു. താൻ നിരപരാധിയാണെന്ന് പലവട്ടം പറഞ്ഞിട്ടും പോലീസ് അത് കേട്ടില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അവിടുത്തെ യഥാർത്ഥ മോഷ്ടാവിനെ പോലീസ് പിടികൂടുകയും അങ്ങനെ രതീഷ് നിരപരാധിയാണെന്ന് മനസ്സിലാക്കി കോടതി ഇയാളെ കുറ്റവിമുക്തനുമാക്കി. എന്നാൽ ഇതിനോടകം തന്നെ രതീഷ് കൊടിയ പീഡനവും മാനസികമായുള്ള വെല്ലുവിളികളുമൊക്കെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഒരു കള്ളൻ അല്ലെങ്കിൽ ഒരു മോഷ്ടാവ് എന്ന് മുദ്ര കുത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾ ആ ഒരു രീതിയിലായിരിക്കും ഓരോരുത്തരെയും കാണുന്നത്. അങ്ങനെ നിരവധി മാനസികമായുള്ള ഒരുപാട് വെല്ലുവിളികളും ഈ സമൂഹത്തിൽ നിന്നും ഈ മനുഷ്യന് ഏൽക്കേണ്ടി വന്നിരിക്കാം. പോലീസ് ഇദ്ദേഹത്തെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുവാൻ വേണ്ടി ക്രൂരമായി മർദ്ദിച്ചു എന്ന് അദ്ദേഹം തന്നെ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു എന്നാണ് സുഹൃത്തുക്കളടക്കം പറയുന്നത്. കടവ് വെച്ചിട്ട് കേസ് നടന്നിട്ട് കടവൊക്കെ ഉണ്ടായിരുന്നു, അല്ലാതെ ഒന്നുമില്ലായിരുന്നു. ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു കേസ്. ഭയങ്കര മനോഹാരിയായിരുന്നു. കടവൊക്കെ പിള്ളേരും വെക്കാനൊക്കെ പാടായിരുന്നു. അത് ഭയങ്കര സങ്കടമായിരുന്നു. അതിനെ കുറിച്ച് ഒരുപാട് ഉപദ്രവിച്ച് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അതായിരിക്കും കാര്യം. ആ കേസിന്റെ ഇതില് കണ്ടമാനം ഉപദ്രവിച്ചു. കാരണം പിന്നെ പോലീസുകാർ അവർക്ക് ആവുന്ന വെള്ളം പോലും കൊടുക്കാതെ അവനെ ഉപദ്രവിച്ചതാ. അതൊക്കെ ഒരുപാട് ബാധ്യതകളും ഏർപ്പാടുകളും അവനുണ്ട്. പിന്നെ പറയാനെന്തോ വേറെ ഒന്നും പറയാനില്ല. ഇത്രേ ഉള്ളു. ഇവരെല്ലാം കൂടെ കൂടി എൻ്റെ ചെറുക്കനെ കൊന്നത്. എൻ്റെ ചെറുക്കനെ കൊന്നത് ഞാൻ ചാവുമ്പോൾ എൻ്റെ തലയെ പിടിക്കേണ്ടവനാ. അത് അറിയാം. പരാതിയാ. അവൻ ആ ഒരു വണ്ടി വിളിച്ചോണ്ട് പോയി അവിടെ ചെന്ന് ഇവിടെ കിടക്കണം, ഞാൻ ഗുളിക പിടിച്ചോണ്ട് വരട്ടെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ അവിടെ ഞാനെന്തോ ചെയ്യണം? അത്രേ ഉള്ളൂ. അവനും ചെയ്തേ അതേ ഉള്ളൂ, അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല. അവനതൊന്നുമുള്ള ഇതില്ല. അവൻ പാവപ്പെട്ടവനാ. പക്ഷെ അവന് പണമില്ല, ആൾ സ്വാധീനമില്ല. അത്രേ ഉള്ളൂ. ഇന്ന് ഇപ്പോൾ ആത്മഹത്യ ചെയ്ത രതീഷ് 2014 ഒരു മോഷണ കേസും പ്രതിയാകുന്ന സാഹചര്യമാണ്. ഇത് തികച്ചും ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിരുന്നു. രതീഷ് നിരപരാധിയായിരുന്നു. പിന്നീട് രതീഷിന് ഒരുപക്ഷെ വലിയ പീഡനങ്ങൾ അന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ മാനസിക ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇന്നലെ ആ കേസ് എൻ്റെ വിധി ആകാറായിരിക്കുന്ന ഒരു ഘട്ടമാണിപ്പോൾ. അപ്പോൾ അത്തരം ഒരു ഘട്ടത്തിൽ രതീഷിനെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ച ഘടകമെന്താണെന്ന് നമുക്ക് ഒന്നും ഊഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പോലും എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള വൈഷമ്യങ്ങൾ ഉണ്ടാകാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് രതീഷ്. ഈ കൊച്ചുനാളിലെ രതീഷ് എനിക്കറിയാവുന്നതാണ്. 2014 അഞ്ചൽ നടന്നൊരു മോഷണ കേസുമായിട്ട് ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസ് അന്നിരുന്ന CA ഉൾപ്പെടെയുള്ളവർ വളരെ
മൃഗീയമായി ദ്രോഹിക്കുകയും ഈ കേരളത്തിലുടനീളം കൊണ്ടുവന്ന് മർദ്ദിക്കുകയൊക്കെ ചെയ്തൊരു സംഭവം എനിക്കറിയാവുന്നതാണ്. പക്ഷേ കാലം പിന്നീട് തെളിഞ്ഞു, രതീഷ് നിരപരാധിയാണെന്ന് തെളിയുകയും അതിനുശേഷം ഈ മർദ്ദനത്തിന് ശേഷം രതീഷിന് ഒരു രീതിയിലും പണിക്ക് പോകാനോ മറ്റു കാര്യങ്ങൾക്ക് ശാരീരികമായി മൊത്തം അവശനായിപ്പോയ രീതിയിലാണ്. എനിക്ക് അതിൻ്റെ തുടർന്നുള്ള അവശത കൊണ്ടായിരിക്കാം ഈ ഒരു ആത്മഹത്യ നടത്തിയത്. അല്ല മറ്റ് ബാധ്യതകളോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിയാൻ കഴിയുന്നില്ല. 2 കൊച്ചു പിള്ളേരാണ് അവൻ്റെ ജീവിതത്തിൽ അവനുള്ളത്. അതൊക്കെ മറന്നുകൊണ്ടവൻ ചെയ്യണമെങ്കിൽ ശാരീരികമായി വളരെ മോശമായ രീതിയിലാണ് അവൻ്റെ അവസ്ഥ. ആ ഒരു കാരണം കൊണ്ടായിരിക്കും ഈ രതീഷ് ഇത് ആത്മഹത്യ ചെയ്ത്. ഇത് തുടർന്ന് ഇതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും വേണം. കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടുന്ന അർഹമായ ശിക്ഷ കൊടുക്കണം. നിയമം നടപ്പാക്കേണ്ട പോലീസ് നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാവപ്പെട്ട ആളുകളെ പ്രതിയാക്കുന്ന രീതിയാണ് ഇപ്പം കാണിച്ചിരിക്കുന്നത്. അത് സത്യസന്ധമായ രീതിയിൽ തന്നെ ആ കേസ് തുടർന്നും കൊണ്ടുപോയി അതിന് വേണ്ടുന്ന ശിക്ഷ അവർക്ക് കൊടുക്കണമെന്നൊരു പൊതുപ്രവർത്തന രീതിയിൽ പറയുകയാണ്.